ഇപ്പോഴത്തെ പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാവരും നമ്മൾ ഫീഡ് ചെയ്യുന്ന ഒരു നോളജ് ഉണ്ട്. പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഫിസിക്സ് ആണെങ്കിലും മാത്സ് ഒക്കെ പഠിക്കുന്ന കോസ് തീറ്റ സൈൻ തീറ്റ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഗുരുത്വാകർഷണത്തിന്റെ ഇക്വേഷൻ പഠിച്ചിട്ട് നിങ്ങൾ ഇത് എവിടെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വന്നതുകൊണ്ട് അവരോട് പറയാനുള്ള ഉപദേശം എന്തായിരിക്കും? ഇത് ഞാൻ എൻ്റെ അമ്മ എന്നെ തല്ലി പഠിപ്പിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഈ കോസ് തീറ്റയും സൈൻ തീറ്റയും അല്ലെങ്കിൽ എത്തനോളിൻ്റെയും മറ്റേ ഫോർമേഷനൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്. അന്ന് ഒരു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് തന്നെ ആൻസർ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കിപ്പോൾ ആൻസർ കിട്ടിയതാണ് ആക്ച്വലി, ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ യു ഓൾ ആർ ഗെറ്റിംഗ് സ്ക്രീൻഡ്. നമുക്ക് ഓരോ ലെവലിലും, ഓരോ എഡ്യൂക്കേഷൻ്റെ ഓരോ ലെവലിലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ ഒരു 5 ലക്ഷം പേര് ഇന്ത്യയിൽ കേരളത്തിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം പേരും എഞ്ചിനീയേഴ്സിനാവാൻ പറ്റില്ല. സോ ദർ ഈസ് എ വേ ടു സ്ക്രീൻ ദം. അപ്പോൾ ആ സ്ക്രീനിങ് പ്രോസസ്സിനുള്ള ഒരു സംഭവമാണ് ഒരു പക്ഷേ ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം അത് എല്ലാവർക്കും പാസ്സായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സ്ക്രീനിങ്ങിന് നമുക്ക് എപ്പോഴും ഒരു ഫിൽറ്റർ വേണം. ആ ഫിൽറ്ററാണ് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ ഈ ടഫ് ഭാഗങ്ങളെല്ലാം. അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും പറഞ്ഞ 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാസ്സാവില്ല.